എങ്ങനെയാണ് ഞാൻ ഈ വിഷയം ഇത്ര മാത്രം ഗൗരവതരമായി കേരളം ചർച്ച ചെയ്യേണ്ടി വന്നത്? ഇത് ഒരു ദിവസമോ 2 ദിവസമോ 10 ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കാം ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ പോയതാണ് എന്ന്. കഴിഞ്ഞ 3 ചില്ലാൻ വർഷം കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂർ വഴി നടക്കുന്നത് ഈ ഒരു വലിയ തട്ടിപ്പ്. എങ്ങനെയാണ് പോലീസിന് ഇവരെ പിടിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് കസ്റ്റംസിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോരുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോ അൻവർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റിക്കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യമുണ്ടാകുമല്ലോ, ആ ലോബിയെ സഹായിക്കാനാണോ ഈ അൻവർ ഈ വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാനതിലേക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ വിഷയം നടക്കുന്നു എന്ന് ആവർത്തിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറയപ്പോൾ MLA തെളിവെന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയും എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇപ്പോഴത്തെ കാര്യമില്ല, ഒരു 5-8 മാസം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ സാജൻ സ്കറിയയുടെ വിഷയം വരികയും സാജൻ സ്കറിയയെ കേസിൽ കൊടുക്കാതെ രാജ്യദ്രോഹ കുറ്റമായ വയർലെസ് ചോർത്തിയതിൽ പോലും ശക്തമായ നടപടിയെടുക്കാതെ സാജൻ സ്കറിയയെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എൻ്റെ കണ്ണു തുറക്കുന്നത്. അപ്പം എനിക്ക് തോന്നി ഇതിലെന്തോണ്ടല്ലോ, ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ ADGP അജിത് കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഒരു നന്മയുള്ളൊരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല അവരെടുത്തത്. അപ്പം ആ അന്വേഷണമാണ് നോക്കുക. എന്ത് കഷ്ടം. ആ വയറാണ്, ഒന്ന് ശ്രദ്ധിച്ചാലേ. പ്രസംഗം തടസ്സപ്പെടുത്തുന്നു. ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല? അങ്ങനെ ആ അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഇത്രമാത്രം കേസ് എങ്ങനെയാണ് പോലീസ് പിടിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും അത്യന്താധുനിക സ്കാനിങ് സൗകര്യമുള്ള സ്കാനറുകളുള്ള എയർപോർട്ടാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട്. കാരണം ഇതിൻ്റെ മുമ്പും കസ്റ്റംസുകാർ തട്ടിപ്പ് നടത്തിയപ്പോൾ CBI വരികയും വലിയ അന്വേഷണം നടത്തുകയും പല ഓഫീസർമാരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ സ്കാനിങ്ങിൽ ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെ, കാരണം സ്കാനിങ് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇത് പുറത്ത് കിടക്കാൻ. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് വഴി ഏത് ടൈപ്പ് ഓഫ് സ്കാനിങ് ആണ്, മെഷീനാണ് അവിടെ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന നമ്മളെ സാധാ സഖാക്കളുണ്ട് എയർപോർട്ടിൽ. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സ്കാനറിനൊക്കെ ബാക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകുമ്പോൾ അത് ഫോട്ടോ എടുത്ത് കൊണ്ടുവരണം, ആ കമ്പനി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അതിൻ്റെ പാരാമീറ്റർ വെച്ച് ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഏത് പാക്കിംഗ് നടത്തിയാലും സ്വർണം അവിടെ കാണും, എത്ര ഒളിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാലും. അപ്പോൾ പിന്നെ എൻ്റെ അന്വേഷണം അങ്ങോട്ടായി. ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാണ് ഈ പോലീസ് ഇത് പിടിക്കുന്നത്? അപ്പം പിന്നെ പോലീസ് പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ആര് പിടിച്ചാലും ഈ സ്വർണം നേരെ കസ്റ്റംസിൽ പ്രിവെൻറ്റീവ് ഡിവിഷനിൽ കൊടുക്കണം. അതാണ് നിയമം. മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അവിടെ ഏൽപ്പിക്കണം. എവിടുന്ന് കിട്ടിയാലും ഏത് സ്വർണം കിട്ടിയാലും വിദേശത്ത് നിന്നാണ് കടന്നു വന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കേണ്ടത് കസ്റ്റംസിനെയാണ്. ആ വെളിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചാലും അവൻ്റെ കോളറും പിടിച്ച് നേരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ കൊടുത്താൽ മതി. ഈ കൊണ്ടുപോകുന്നവന്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ആ ടീമിന് 20% കമ്മീഷൻ കിട്ടും.
1 കിലോ സ്വർണം പിടിച്ചാൽ 200 ഗ്രാം അവർക്ക് കിട്ടും. അപ്പം അങ്ങനെ റിപ്പോർട്ടേ ചെയ്യണില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്ത് പടച്ചോനിത്? കാരണം 20% കിട്ടണമല്ലോ. അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇനി ആ പാരാമീറ്റർ ഒക്കെ തട്ടിക്കഴിച്ചാലും ഒരു 10-12% കിട്ടും. അപ്പോഴാണ് പിന്നെ ഞാൻ ഈ അന്വേഷണം, ഈ കൊണ്ടുവന്നവരെ കോടതിയിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് പകർത്തി എല്ലായിടത്തും 102 CRPC പ്രകാരം CMP ഫയൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു. നമ്മൾ അഡ്രസ്സുകൾ കണ്ടെത്തി. പലരും വിദേശത്താണ്. ചിലരെയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു. ആ കണ്ടെത്തി അവരുമായി സംസാരിക്കുമ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധമാണ് ഈ ഏർപ്പാട് നടക്കുന്നത്. എന്താ പരിപാടി എന്നറിയാം നമുക്ക്? ഈ സ്വർണം കൊണ്ടുവരുന്ന പാസഞ്ചർ കാരിയർ ഇത് അവിടുന്ന് കൊടുത്തു വിടുന്നവർ നല്ല പാക്കിംഗ് സിസ്റ്റത്തിലാണ് സാധനം അയക്കുന്നത്. പാക്കിംഗ് കസ്റ്റംസിൽ വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. ആ യെല്ലോ ഷെയ്ഡ് സ്കാനറിൽ കാണാം, എത്ര മൈന്യൂട്ടാണെങ്കിലും ഇവർ കാണാത്ത പോലെ കടത്തി വിടുന്നു. പാസഞ്ചർ കൈസിലായി. അപ്പം എന്താ, ഇവനെ കടത്തി വിടുന്നതോട് കൂടിയിട്ട് സുജിത് ദാസിൻ്റെ ടീം പുറത്തുണ്ട്. അവർക്ക് ഇവൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസും അവൻ്റെ ഫോട്ടോയും അവിടെ നിന്നല്ല എടുത്തയക്കുന്നത്. ഇത് വെച്ച് ഇവർ പുറത്ത് നിൽക്കുകയാണ്. കടന്ന് പുറത്തേക്ക് വന്നാൽ ആ എയർപോർട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ 2 TV നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത്. 2 പാസഞ്ചേഴ്സ് നമ്മൾ TV പുറത്ത് വിട്ടത്. അവിടുന്ന് പിന്നെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക്. പിന്നെ അവർ തീരുമാനിക്കുകയാണ് 2 കിലോ സ്വർണം പിടിച്ചാൽ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുകയാണ്. ആ രീതിയിൽ പിന്നെ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ കടയിലേക്ക് പോകുന്നു. ഒരു സ്വർണ്ണപ്പണിക്കാരൊന്നും അല്ല കേട്ടോ, ഒരൊറ്റ അപ്രൈസറേ ഉള്ളൂ കസ്റ്റംസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് അന്വേഷിക്കണം, ഈ കൊണ്ടോട്ടിയിൽ എന്താ ഇത്ര വലിയ സേട്ടുമാർ? ഇപ്പം ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് എത്ര സേട്ടുമാർ, സ്വർണം നിങ്ങൾക്കൊക്കെ അറിയാം, നിലമ്പൂരുണ്ടാവും, ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ട് ഉരുക്കിയിട്ട് ജ്വല്ലറിക്കാർക്ക് കൊടുക്കുന്ന സേട്ടുമാർ ഇവിടെയുണ്ട്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സേട്ടുമാർ ഇത് ഉരുക്കാൻ സംവിധാനമുള്ളവർ കൊണ്ടോട്ടിയാണ്. ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിലുള്ള കാര്യം അതാണ്. ഈ സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്നലെ വരെ ഒരാൾ ആ വഴിക്ക് പോയിട്ടില്ലല്ലേ? ഇപ്പം പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം? ഞാൻ ഉണ്ടാക്കി കൊടുക്കണം.